കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അങ്ങോട്ട് പോകരുത്, അത് കൊടുക്കാടാണ്. പാവം, എന്ത് ചെയ്യാനാ? ഇനി ശവം പോലും പുറത്ത് കിട്ടില്ലെന്ന് അറിയില്ലല്ലോ.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സൗന്ദര്യത്തെ ആരാധിച്ചിട്ടില്ല. പക്ഷെ നിന്നെ കണ്ടപ്പോ നിലാവ് ഭൂമിയിൽ ഉദിച്ച പോലെ തേജസ്സാർന്ന നിന്റെ ഈ സൗന്ദര്യം എന്റെ കണ്ണുകളിൽ ഉടക്കിപ്പോയി. നിന്റെ അധിക പ്രസംഗം അവസാനിപ്പിക്കേ. ഇത് അന്യർക്ക് പ്രവേശനമില്ലാത്ത നിക്ഷിപ്ത സ്ഥലമാണ്. എന്തിനാണ് നീ ഇവിടെ വന്നത്? വേട്ടയ്ക്ക് വേണ്ടി ഈ കാട്ടിൽ വന്യമൃഗങ്ങളെ പ്രതീക്ഷിച്ചു വന്നതാണ്. പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയട്ടെ. സൗന്ദര്യ ദേവത, അവരുടെ സാക്ഷാത്കാരം നിന്നിലൊരു വെണ്ണക്കൽ ശില്പം തീർത്ത പോലെയുണ്ട്. കൂടുതൽ വർണ്ണനയുടെ ആവശ്യമില്ല. വേഗം ഇവിടെ നിന്ന് പോകൂ. ഞാൻ പോയില്ലെങ്കിലോ? പിന്നെ നിനക്ക് നിന്റെ ജീവൻ ഉണ്ടാവില്ല. ഭയപ്പെടുത്തുകയാണോ എന്നെ? വരാൻ പോകുന്ന ഒരു വലിയ അപകടത്തിന്റെ മുന്നറിയിപ്പാണിത്. അങ്ങനെ മറ്റാര് വിചാരിച്ചാലും എന്നെ മരണപ്പെടുത്താനൊന്നും പറ്റില്ല. പിന്നെന്തിനാ ഈശ്വരൻ നമുക്ക് ജീവൻ നൽകിയത്? തന്ന മുന്നറിയിപ്പിന് നന്ദിയുണ്ട്. എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞാനിപ്പോ മറ്റൊന്നും ചെയ്തില്ലല്ലോ. ഞാനിപ്പോ സ്വപ്നത്തിൽ കണ്ട കാട് സ്വപ്നം തന്നെയാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മഹാദേവ മഹാദേവ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ സർവപീഡ നിവാരണായ നമഃ സർവശത്രു നിവാരണായ നമഃ സകല രൂപായ നമഃ സർവകർമ്മ നിവാരണായ നമഃ. ശംഭോ മഹാദേവ. എന്തിനാ ഗുരുദേവ അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളി മാറ്റിയത്? അദ്ദേഹം വെറും ഒരു സന്യാസിയല്ല, കർമ്മയോഗിയാണ്. മഹാദേവനെ മഹാദേവൻ എന്ന് വിളിച്ച് പൂജ ചെയ്യണം. അല്ലാതെ ഗോത്രവും ജാതിയൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. പക്ഷേ നമ്മുടെ കൃഷ്ണനാഥ പണിക്കർ അദ്ദേഹം നിങ്ങൾ ആരാണെന്നും എന്താണെന്നും പറഞ്ഞിട്ട് വേണ്ടേ ശ്രീ മഹാദേവൻ അറിയാൻ?
അമ്മ അന്നപൂർണ അമ്മ, ഈ നാടിന്റെ മുഴുവൻ അമ്മ. അമ്മയെ ശിവൻ അറിയില്ലെന്നാണോ? എന്താടാ നിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതിരിക്കുമ്പോ നീ ഇവിടെ വന്ന് ജോലി ചെയ്യുവാണോ? നിനക്ക് വിവരമില്ലേടാ? എന്ത് ബുദ്ധിമോശമാ. ഇവിടെ ജോലി ചെയ്യാൻ ആള് വേണ്ടേ അമ്മേ? നീ നോക്കിയില്ലെന്ന് കാലികൾ പരാതി പറയുവോ? നിന്റെ ഭാര്യയ്ക്ക് സുഖമാവുന്നത് വരെ നീ ഇങ്ങോട്ട് വരാനേ പാടില്ല. ഇത് വെച്ചോ, ഈ കാശുകൊണ്ട് നീ ഭാര്യയെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. ശരി അമ്മേ, അമ്മ ഒരുപാട് നാള് സന്തോഷവതിയായി ജീവിക്കണം. ആരുടെ മനസ്സിലാണോ കപടമുള്ളത് അവരെ മഹാദേവന് നന്നായിട്ടറിയാം. ദേ നോക്ക്, നമുക്കും കൂടി ചേട്ടന്റെ കൂടെ പോയാലോ? പോയിട്ട് എന്ത് ചെയ്യാനാ? നിന്റെ ചേട്ടനോട് പോയാ നമ്മളെ ആരും മൈൻഡ് ചെയ്യില്ലല്ലോ. നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ട് പോയാ കൃഷ്ണനാഥ പണിക്കരുടെ അളിയനും പെങ്ങളും വന്നു എന്ന് പറഞ്ഞ് എല്ലാരും നമ്മളെ കൈയെടുത്ത് കുമ്പിടും. സത്യമാണമ്മേ. വലിയ ബുദ്ധിശാലിയാണെന്ന് അവന്റെ ഭാവം. ഈ നാട്ടുകാരെല്ലാം നമ്മളെ കൈകൂപ്പിയെന്നും പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് എന്ത് ലാഭം കിട്ടാനാ? അത് സത്യം തന്നെയാണ്. നിന്റെ ചേട്ടന്റെ അത്ര സ്വത്തും ഇല്ല, പദവിയും ഒന്നും എനിക്ക് അത്ര ഇല്ലല്ലോ. നമുക്ക് അത്ര നല്ല സ്വഭാവമല്ല അച്ഛാ. നീ ഒന്നും മിണ്ടാതിരിക്കെ, എന്നിട്ട് എന്റെ കൂടെ വാ. ആപത്തിലുള്ളവരെ എങ്ങനെയൊക്കെ സഹായിക്കണമെന്ന് എന്റെ മഹാദേവന് നന്നായിട്ടറിയാം. നമ്മുടെ നാടും വീടും എല്ലാം നന്നായിട്ടിരിക്കണമെങ്കിൽ എന്താ മോനെ? എന്റെ അച്ഛൻ എപ്പോ വരും അമ്മേ? നിന്റെ ചോദ്യത്തിനുത്തരം മഹാദേവനാണ് പറയേണ്ടത്. എനിക്കറിയില്ല. മൂന്നാം കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകം സൃഷ്ടിച്ചവനാണ് എന്റെ മഹാദേവൻ. ആരൊക്കെ എങ്ങനെയാണെന്നും എന്ത് എപ്പോൾ നടക്കുമെന്നും അദ്ദേഹത്തിനറിയാം. Good morning, ma'am. Good morning, all of you. Please sit down. അർജുൻ ഇതുവരെ എത്തിയില്ലേ? On the way, madam. ഡിലേ എന്താ മാഡം? മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ, ഫോളോ അപ്പ് ചെയ്യാൻ അറിയില്ലായിരുന്നോ? ഗുഡ് മോർണിംഗ് ഗൈസ്. സർ സർ, ഗുഡ് മോർണിംഗ്. അകത്തെല്ലാവരും സാറിന് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അതിന് താൻ ടെൻഷൻ ആവുന്നേ? അത് അവിടെ എല്ലാരും ലേറ്റ് ആയ മാഡം. ആ, ഓ ഐ സി. അത്രേ ഉള്ളോ? യു ജസ്റ്റ് റിലാക്സ്, ലെറ്റ്സ് ഗോ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. അല്ല ഹേമന്ത്, ആ സാർ. അച്ഛനത് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഫൈൻ സാർ. ഗ്രേറ്റ്. രേഷ്മ, ഹസ്ബൻഡ് വന്നു പറഞ്ഞല്ലോ. ആ വന്നു സർ. അപ്പോ ഉടൻ തന്നെ ഒരു ലോങ് ലീവിന് സാധ്യതയുണ്ട്. സർ. ശരി ശരി, നടക്കട്ടെ. കം. നമ്രത, ഇയാൾക്ക് ടീ ആണോ കോഫി ആണോ? സർ, മീറ്റിംഗ്. നോ ടെൻഷൻ. ഫസ്റ്റ് എനിക്ക് എന്തായാലും ഒരു കോഫി കുടിക്കണം. ഇയാൾക്ക് എന്താ വേണ്ടേ? മീറ്റിംഗിന് സമയമായി മാഡം. ഇറ്റ്സ് ഓക്കെ, കോഫി കുടിച്ചിട്ട് പോവാലോ. ടീയോ കോഫിയോ? എനിക്കൊന്നും വേണ്ട സർ. ഓക്കെ, എനിക്ക് കോഫി ഇഷ്ടം. സർ ഞാൻ ഇറ്റ്സ് ഓക്കെ ദിവ്യ. സഹായിക്കാം. കൂൾ, ഐ വിൽ മാനേജ്.
വാവ്. കോഫി രക്ഷയില്ലാട്ടാ. സർ, കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ മാഡത്തിന് ദേഷ്യം വരും സർ. മാഡത്തിന് ദേഷ്യം വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവർക്ക് വേണ്ടി നമുക്ക് ടെൻഷൻ അടിക്കാൻ പറ്റൂ. സി, റൂൾ നമ്പർ 1 എന്താണെന്നറിയോ? ആവശ്യമില്ലാതെ ടെൻഷൻ ആവാൻ പാടില്ല. കൂൾ. സോ ജസ്റ്റ് ബി കൂൾ. ഓക്കെ അല്ലേ? താങ്ക് യു ഫോർ ദ ഹെൽപ്പ്. ഗോ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഹായ് മിസ്റ്റർ നായർ. ഇന്ന് ബർത്ത്ഡേ ആണല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. മിസ്റ്റർ പ്രസാദ്, 4 വർഷം മുമ്പ് എനിക്കൊരു വെഡിങ് ഇൻവിറ്റേഷൻ അയച്ചത് ഓർമ്മയുണ്ടോ? ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. മറന്നുപോയോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു സർ. നാളെ US പോവല്ലേ? ഇത് കോഴിക്കോടൻ സ്പെഷ്യൽ സ്വീറ്റ്സാ. ഇത് കൊണ്ടുപോയി വൈഫിന് കൊടുക്ക്. അവരും ഒന്ന് ഹാപ്പി ആവട്ടെ. നിനക്ക് ടൈം സെൻസ് ഉണ്ടോ? നിനക്ക് തോന്നുമ്പോ വരാനും പോകാനും ഇത് ഓഫീസ് എന്നാണോ അതോ സൂപ്പർ മാർക്കറ്റ് എന്നാണോ വിചാരം? അത് പിന്നെ മാഡം ഞാൻ Shut up. I don't want to listen your bloody explanations. പങ്ക്ച്വാലിറ്റി ഇല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് ഒരു വാല്യൂ ഇല്ല. Do you know that? എന്നോട് സംസാരിക്കാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അവരോട് ആൻസർ പറയേണ്ട സിറ്റുവേഷൻ നീ ഉണ്ടാക്കി തന്നു. ബിക്കോസ് ഓഫ് യു. ലേറ്റ് ആയിട്ട് വന്നത് പോരാഞ്ഞിട്ട് ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നു. റിലാക്സ്. 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 കോപം, ആവേശം, ടെൻഷൻ, ഇമോഷൻ, ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ, വെറുപ്പ് ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഫാർമ കമ്പനി ഒരു മെഡിസിൻ തയ്യാറാക്കിയിട്ടുണ്ട്. 100% ഹെർബലായ മെഡിസിന്റെ പേര് റിലാക്സ്. ഇത് ഞങ്ങൾ എങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇതിന്റെ ബിസിനസ് പർപ്പസ് എങ്ങനെയാണോന്നൊക്കെ ഞാനിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സൂപ്പർ. ഈ പറഞ്ഞത് വെച്ച് നോക്കിയാൽ നമ്മുടെ ഫാർമസി ഈ പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഈ റിലാക്സ് ഹെർബലിന്റെ ഓപ്പണിംഗ് ഒരു ചരിത്രമായിരിക്കും. ഓർഡർ ഉടനെ അയക്കാം. സ്റ്റോക്ക് ക്ലിയർ ചെയ്തോളൂ. ഓക്കെ. ഇറ്റ്സ് മൈ പ്ലഷർ. താങ്ക് യു സർ. താങ്ക്സ്. Excuse me. എല്ലാം സമയത്തിന് ചെയ്താലേ അത് ജോലി മാത്രമായിരിക്കും, ക്രിയേഷൻ ആവില്ല. പെർഫെക്ഷൻ എന്നത് പഞ്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ കിട്ടില്ല. ഇത് നന്നായിട്ട് യൂസ് ചെയ്യണം. Time creates nothing. Talent create everything. അല്ല, എന്തിനാണ് ആവശ്യമില്ലാതെ നമ്മൾ ഇങ്ങനെ ഇമോഷണൽ ആവുന്നെന്നാ എനിക്ക് മനസ്സിലാവത്തെ. ബൈ ദ വേ മാം, ഐ തിങ്ക് നമ്മുടെ പുതിയ മെഡിസിൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ശരിക്കും ഞാൻ പൊളിയല്ലേ? എന്താടാ നീ എനിക്ക് ക്ലാസ് എടുക്കുന്നോ? എന്താടാ എന്നെ പഠിപ്പിക്കാറായോ നീ? ഒരു മിനിറ്റ്. 10 മിനിറ്റ് പ്രസന്റേഷനിൽ 15 കോടി ഓക്കെ ചെയ്തു. എന്റെ ചെവിന്ന് വിട് പ്ലീസ് 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 പ്ലീസ്. നമ്മുടെ മെഡിസിൻ ഞാൻ തന്നെ ഉപയോഗിക്കണം അല്ലേ? അല്ലേടാ ചേച്ചി പ്ലീസ് വിട്, വേദനിക്കുന്നു. എന്റെ ഹെയർ സ്റ്റൈൽ പ്ലീസ് പ്ലീസ്. നല്ല ഇടി കിട്ടും. ഒരെണ്ണം. യെസ് യെസ് യെസ്.